ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി കുളിച്ചൊരുങ്ങി നല്ല സാരിയൊക്കെ കൊടുത്ത് വരുവാണ്. അപ്പോൾ സുധീഷ് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിധി എടുത്ത് വന്ന് പറയാം, ഇന്ന് സാരി തന്നെ ഉടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ വാങ്ങി ചൂടിക്കോ എന്നും പറഞ്ഞത് കൊടുക്കുക കേട്ടോ. പക്ഷെ നിധി സന്തോഷത്തോടെ അത് വാങ്ങിച്ച് തലയിലേക്ക് ചൂടാണ്. അന്നേരം നിതീഷും ഹരീഷും കൂടെ മാറി നിന്ന് ഇത് കാണുകയാണ്. ഉടനെ നിതീഷ് പറയാം, സുധീഷേട്ടാ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കും, ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ നിധി കാണാതെ കുറച്ച് സ്റ്റിൽസൊക്കെ അവരെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചാന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. ചാന്ദിനിയുടെ ഡ്രസ്സെല്ലാം കൊള്ളാമെന്ന് പറയുമ്പോൾ ചാന്ദിനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ നിതീഷ് അത് ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാനാണ്, ഡ്രസ്സ് ബഹുത്ത് അച്ചാന്ന് ശുക്രിയാന്നും പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലളിത വരുന്നുണ്ട്, സുനന്ദ വരുന്നുണ്ട്, അശ്വിൻ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പോയാലോ, നിങ്ങളെല്ലാവരും ഇറങ്ങിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ലളിതയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പിന്നെ വന്നോളാം എന്ന് പറയാം കേട്ടോ. അതെന്താ കാരണം, അശ്വിനും സുനന്ദയും ഇവരോട് പോയാൽ ശരിയാകത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ അത് ഇവർക്ക് കാര്യം പിടികിട്ടി. അന്നേരം സുനന്ദ പറഞ്ഞിട്ടുണ്ട്, അതിനെന്താ അമ്മേ, നമുക്ക് ഒരുമിച്ച് പോവാം, അമ്മ വരുന്നെങ്കിൽ പിന്നെ വന്നോ, ഞങ്ങൾ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് സുധീഷാണെങ്കിൽ നിധിയുടെ കൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, അച്ഛൻ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞ് ഇവിടെ നേരത്തെ ഇറങ്ങി, ചിലപ്പോൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാറിലൊക്കെ ആയിട്ട് ആ അമ്പലത്തിൽ വന്ന് ഇറങ്ങാണ്. അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ഭാസ്കരൻ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരനെ കാണുമ്പോൾ സുധീഷും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത്ഭുതം, ഇത്ര നേരത്തെ ഇവിടെ എത്തിയോന്ന്. അങ്ങനെ ഭാസ്കരൻ വന്നുകൊണ്ട് പറയാം, ഞാൻ ആ നേരത്തെ തന്നെ വന്നു, കുറച്ച് വഴിപാടിനുള്ള ചീട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന്. ഭയങ്കര കാര്യമായിട്ട് എട്ട് ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള അർച്ചനയ്ക്കുള്ളതും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിനും ഹരീഷിനും ഒക്കെ ആകെ അത്ഭുതം തോന്നുന്നുണ്ട്. അച്ഛൻ്റെ ഈ മാറ്റവും നല്ല രീതിയിലുള്ള ഈ സംസാരമൊക്കെ. അപ്പം തന്നെ പറയുന്നുണ്ട്, ഇന്നലത്തെ ആൾ ഇന്ന് അമ്പിയായിട്ട് മാറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ ചോദിക്കണം, എന്താണ് നിന്ന് പുറവർക്കണയൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന പ്രസിഡൻറ്റിനോട് എല്ലാ മക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇത് മരുമകളാണ് നിധി, പിന്നെ ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് ചാന്ദിനിയാണ് എന്നൊക്കെ കൂടെയുള്ളതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് പരിചയപ്പെടുത്താനാണ്. തിരിച്ച് ഭാസ്കറിൻ്റെ കൂടെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരെ എല്ലാവരെയും മരുമക്കൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിതീഷ് ഇവിടെ പറയണം, അയ്യോ പാവം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞോണ്ട് എല്ലാവരും കൂടെ പോയി പ്രാർത്ഥിക്കാൻ അങ്ങനെ പോകാൻ ചെല്ലുമ്പോഴാണ് ലളിത അവിടെ നിന്നുകൊണ്ട് അതേ എന്ന് വിളിക്കാൻ കേട്ടോ. ഇപ്പം തന്നെ ഉടക്കുണ്ടാക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. അങ്ങനെ ലളിത വന്നിട്ട് പറയുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അതിന് മുന്നേ, അത് കഴിഞ്ഞ് മതി. അതെന്താ ചെരുപ്പൂരാനാണോ എന്നിങ്ങനെ നിതീഷ് അവിടെ നിന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞത്, മിണ്ടായിരിക്കട്ടാ, അവരെന്താ പറയണത് നോക്കട്ടെ. അങ്ങനെ നോക്കുക. അപ്പോൾ നമ്മുടെ ലളിതയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാട്ടോ. അങ്ങനെ ലളിതയുടെ അവകാശം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഇവരിവിടെ തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. നമ്മൾ ഉൾപ്പെടെ 10-17 കുടുംബങ്ങളുടെ ഒരു പരദേവതയായിട്ടുള്ള കുടുംബക്ഷേത്രമാണ്. മാസവരിയൊക്കെ കൊടുക്കേണ്ടതാണ്, ഞങ്ങളിതെല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ഇവർ ചെയ്യാത്തതുകൊണ്ട് വലിയൊരു തുക ഇവരെ കൊണ്ട് കെട്ടിച്ചിട്ട് വേണം ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഭാസ്കരൻ പറഞ്ഞോണ്ട്, എടി നീ എത്രയൊക്കെയാലും എൻ്റെ സഹോദരി തന്നെയല്ലേ നീ, അല്ലേ? അപ്പോൾ ഞാനും ഇവിടുത്തെ അങ്ങനെ തന്നെയല്ലേ, നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കേണ്ട. അത് എങ്ങനെ കെട്ടാനും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നെല്ലാം ഞാൻ പ്രസിഡൻറ്റോട് സംസാരിച്ചിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ അവരങ്ങ് ചമ്മി നാറിപ്പോയി കേട്ടോ. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഭാസ്കരൻ എല്ലാം കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രസിഡൻറ്റ് പറഞ്ഞോണ്ട്, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇനി അങ്ങോട്ടെല്ലാം കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. അതാണ് വെറുതെ അമ്പലത്തിന് മുന്നിൽ നിന്നൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതേ, നമുക്ക് പോയി തൊഴാമെന്ന് പറയാം. അതുപോലെ അശ്വിൻ സുനന്ദയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നതെന്ന്. അമ്മയോട് പറഞ്ഞ് കേൾക്കത്തില്ല അശ്വേട്ടാ, അതാണ് കാര്യം. ഇതെല്ലാം പറഞ്ഞ് അവരങ്ങ് പിരിഞ്ഞ് അമ്പലത്തിൽ ചെല്ലാണ്ടുണ്ടോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് പോറ്റി പ്രസാദമൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. ആദ്യം ഭാസ്കരൻ്റെ മക്കൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓരോ സുമേഷ്, പിന്നെ ഹരീഷ്, നിതീഷ്, സുധീഷ്, ഇങ്ങനെ ഒരു വശത്തുനിന്ന് ഇങ്ങനെ വരാണ് കേട്ടോ. ലളിതയുടെ മുഖമാണെങ്കിൽ വല്ലാതിരിക്കുകയാണ്. അപ്പോൾ തന്നെ സുധീഷ് അവിടെ നിന്നോട് പറയാം, അമ്മായി ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെക്കല്ലേ, ഭഗവതിയുടെ മുന്നിൽ നിന്ന് നല്ല സന്തോഷത്തോടെ നിൽക്കണം, എന്നാലേ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അവരെ കളിയാക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഓടി അങ്ങോട്ട് രക്ഷപ്പെടുകയുണ്ടോ ഇവരുടെ മുന്നിൽ നിന്നും കൊണ്ട്. എന്നിട്ട് സുനന്ദയുടെ സുനന്ദയാണെങ്കിൽ ലളിതയുടെ അടുത്ത് വന്ന് പറഞ്ഞോണ്ട്, അമ്മേ ദേവി ഇത് അശ്വിനടുത്ത് നിൽക്കുമ്പോൾ ഇവരോടൊന്നും ആവശ്യമില്ല തർക്കിക്കാൻ പോകരുത്, അശ്വിൻ ഇത് എന്നോട് ചോദിച്ചിരുന്നു. ഓ അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വന്ന ദിവസം തന്നെ ഇവരെന്തിനാണ് വന്നത്? എന്തെങ്കിലും ഉദ്ദേശം കാണും. ഇല്ലമ്മേ അതൊന്നും അല്ല, അല്ലെങ്കിൽ തന്നെ ഗംഗാധര മാമനല്ലേ കൊടുത്തത് സ്ഥലമൊക്കെ, അത് തന്നെ ഏറ്റവും വലിയ കുഴപ്പമായത് എന്നും അവരോട് കൂടെ സംസാരിക്കട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആൾ വന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആചാരം, അമ്പലത്തിലെ ചില ആചാരങ്ങളും ശൂലം കുത്തിയുള്ള ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പറയാനട്ടോ ഇവരോട്. അങ്ങനെ നമ്മുടെ ചാന്ദിനി സുമേഷിൻ്റെ അടുത്തേക്ക് വന്ന് സുമേഷിൻ്റെ തലയിലൊക്കെ കുറച്ച് പ്രസാദം വാങ്ങിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം തട്ടി കളയാണ്. ഇതെല്ലാം കൂടി ഇവരെല്ലാവരും കാണുക കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ ജസ്റ്റ് നോക്കുന്നുണ്ട്. സുമേഷിനെയും ചാന്ദിനിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ ഇവർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ
നിധി പറഞ്ഞിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടാലോ എന്ന്, എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയാം. അപ്പോൾ ഇവരാരും സമ്മതിക്കണില്ല കേട്ടോ. കാരണം സുധീഷിനൊരു അവസരം കൊടുക്കാം എന്ന് വെച്ചിട്ടാണ് ആരും പോവാത്തത്. അങ്ങനെ നിധിയുടെ കൂടെ സുധീഷും കൂടെ പോവാം കേട്ടോ. അവരങ്ങനെ കറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. ഓരോ സ്ഥലങ്ങളും നിധിയെയും കൂടെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം. പക്ഷേ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷിൻ്റെ അച്ഛൻ്റെ നാട് ഇതല്ലേ, അപ്പോൾ അമ്മയുടെ നാട് എവിടെയാണെന്ന് ചോദിക്കട്ടോ. അപ്പോൾ തന്നെ സുധീഷ് പറഞ്ഞിട്ട് ഇത്രയും നാൾ കൂടെ താമസിച്ച അച്ഛൻ്റെ നാടിതാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ എങ്ങനെ ചെറുപ്പത്തിലേ മരിച്ച അമ്മയുടെ നാട് എവിടെയാണ് ഞങ്ങൾ അറിയുന്നത്? ആരും ഞങ്ങൾ തറവാട്ട് വീട്ടിലോ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയിട്ട് പോലുമില്ല. പിന്നെ അമ്മയുടെ അമ്മമ്മ വല്ലപ്പോഴൊക്കെ കാണാൻ വരുമായിരുന്നു, പലഹാരങ്ങളും മുട്ടായൊക്കെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ 10 രൂപ ഓരോ നോട്ട് നമുക്കൊക്കെ തരുമായിരുന്നു. അമ്മ മരിച്ച ശേഷം അമ്മാമ്മയും വരാണ്ടായി. പിന്നെ നമ്മളന്വേഷിച്ച് ആരും വരാത്തതുകൊണ്ട് ഞങ്ങളും അങ്ങോട്ടൊന്നും പോവാറില്ല. അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ വീട്ടിലേക്ക് എത്തി. വീടിൻ്റെ സ്വഭാവമേ അങ്ങ് മാറി. പിന്നെ ഞങ്ങൾ മറ്റൊരു ലോകത്തേക്കായി. പിന്നെ അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എന്നാലും മറ്റുള്ളവരുടെ വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ സുധീഷിനൊന്നും അന്വേഷണം തോന്നാറില്ലേ? അങ്ങനെയൊന്നുമില്ല. അതെന്തായാലും വലിയ കഷ്ടമായിപ്പോയി. അമ്മ പോയതിന് ശേഷം നമ്മുടെ അച്ഛനും ചേട്ടനും എല്ലാം ഒരാൾ മാത്രമായിരുന്നു നമ്മുടെ സുധീഷ്. സുധീഷ് ഇങ്ങനെ പറയാണ് സുമേഷിനെ കുറിച്ചാണ്. അത് തന്നെയാണ് നമ്മുടെ എല്ലാം. അച്ഛനും അമ്മയും ഏട്ടനും അമ്മയും എല്ലാം നമ്മുടെ സുമേഷ് ഏട്ടൻ തന്നെയാണെന്ന് സുധീഷ് ഇങ്ങനെ നിധിയോട് പറയാം കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട്, സുമേഷ് ഏട്ടനോട് ചോദിക്കാം ഇതേ ചോദ്യം, അമ്മയുടെ നാട് എവിടെയെന്ന്. അങ്ങനെ അവർ പോയി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുമേഷ് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും കാലം നമ്മൾ അന്വേഷിക്കാത്ത ഒരാളുടെ കുറിച്ച് നമ്മളും അന്വേഷിക്കാനൊന്നും പോകണ്ട. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്നാൽ ഇതൊരു വ്യത്യസ്തമായ കുടുംബമാണ്, നിങ്ങൾ ബന്ധുക്കളും സ്വന്തക്കാരും നല്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ. അപ്പോൾ സുമേഷ് പറയാനുണ്ട്, അതൊക്കെ ഓരോ സാഹചര്യങ്ങളല്ലേ, ആരും ഒറ്റയ്ക്കാവുന്നതില്ലല്ലോ, എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും അന്വേഷിക്കാനൊന്നും പോകണ്ട എന്ന് പറയാട്ടോ. അപ്പോൾ ചാന്ദിനിയും സുമേഷും കൂടെ നടന്നു പോവാണ്. അപ്പോൾ സുധീഷ് നിധിയോട് പറയാം, കണ്ടോ വേറെ ഭാഷക്കാരിയാണെങ്കിൽ അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ എന്ന് പറയാം. എന്നിട്ട് എന്തായാലും ഇവിടം വരെ വന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണ്ടേ നിധിയും ചോദിക്കുക. അത് വേണം. അങ്ങനെ നിധിയുടെ കുറേ ഫോട്ടോകൾ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സെൽഫി കുറേ എടുക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെ വലിയ അവസരമൊന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയും ചേർത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കാണ്ട് സുധീഷിന് ഭയങ്കര സങ്കടമായി. ഇനി ഞാനൊന്ന് ചേർത്ത് പിടിച്ച് എടുത്തോട്ടേന്ന് ചോദിക്കുന്നു. അതൊന്നും വേണ്ട, ദൂരെ നിന്ന് എടുത്താൽ മതി നിധിയും പറയാൻ കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്ന് പായസമോ കുടിക്കുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് നാട്ടുകാർ സ്ത്രീകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാ, പുതിയ ആൾക്കാരാണോ, കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവിടെയുള്ള പ്രധാന ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേ ഇരിക്കുന്ന ആളെ അറിയോ, ഇവർ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്, അവർ ലളിത അറിയോ? പിന്നെ ലളിത അറിയാലോ, അവരുടെ സഹോദരനല്ലേ ഭാസ്കരൻ്റെ മക്കളൊക്കെയായി ഇരിക്കുന്നത്. അപ്പോൾ അത് ശരി, ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയനല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ലളിത അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അതെ അത് തന്നെയാണ്, അതിൻ്റെ പാപം തീർന്നില്ല, അതാ ഇപ്പം പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി വഴിപാടിനൊക്കെ വേണ്ടി കുടുംബക്ഷേത്രത്തിൽ വന്നതാ. ഭാസ്കരൻ ഇത് കേട്ടും കൊണ്ട് ദേഷ്യം വന്നിട്ട് ഓടി വരുവാട്ടോ. അപ്പം ഭാസ്കരൻ ഭയങ്കര ദേഷ്യത്തിലടുത്തേക്ക് വരുന്നിട്ട് മണി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ലളിത ചേച്ചി മിണ്ടാതിരിക്കുക, ചുമ്മാ ഇരുന്നും കൊണ്ട് അനാവശ്യമൊന്നും പറയല്ലേന്ന്. അപ്പോൾ ലളിത പറയുന്നുണ്ട്, നിനക്കെന്തറിയാം ഇവരെയൊക്കെ കുറിച്ച്? അല്ലല്ലോ, അമ്പലത്തിൽ വരുന്നവരെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം, അതാണ് നിൻ്റെ ജോലി, നിനക്ക് അത്രയല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് മണിയെ വിരട്ടി അവിടെ നിർത്തണം കേട്ടോ. പക്ഷേ ബാക്കി എല്ലാവർക്കും കേട്ടിട്ട് ഒരു വല്ലാത്ത വിഷമമാവണം കേട്ടോ. അപ്പോൾ സുമേഷ് പറഞ്ഞിട്ട്, അമ്മായി വഴക്കൊക്കെ ആണെന്ന് പറഞ്ഞ് വായിത്തോന്ന് എല്ലാം വിളിച്ച് പറയരുത് കേട്ടോ, ഞാൻ മാത്രമല്ലല്ലോ നാട്ടുകാരും പറയില്ലേ, നീ അവരുടെയൊക്കെ പോയി അടച്ച് കെട്ടിടാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.